ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിൽ ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിൽ ആൻഡ് ഐറ്റാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന 4 ഐറ്റംസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ഉള്ളിയും വേണം. അപ്പോൾ എല്ലാം ഞാൻ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ പോളയ്ക്ക് ആ ഒരു ക്വാണ്ടിറ്റി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ വലിയ ഹോൾസ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രേറ്ററിൻ്റെ, അതിൽ വെച്ചിട്ടാണ് കേട്ടോ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഉള്ളി അതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ക്യാരറ്റ് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സെയിം ഹോളിൽ വെച്ചിട്ട് തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഇതുപോലത്തെ ഗ്രേറ്ററിൻ്റെ ഏറ്റവും വലിയ ഹോളിൽ ഇട്ടിട്ട് നീളത്തിൽ വരുന്ന രീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, എല്ലാ വെജിറ്റബിൾസും കൂടി ഒരേ സൈസിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി, അത് നല്ലപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നുകിൽ കത്തി വെച്ചിട്ട് നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെയൊക്കെ അളവിൽ കുറക്കുക കേട്ടോ. നിങ്ങൾ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൻ്റെ മഞ്ഞ ഉടഞ്ഞു പോയതാണ്. അപ്പോൾ മുട്ടയുടെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. ഇതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5 മുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ടയില്ലാതെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസും മുട്ടയൊക്കെ നല്ലപോലെ യോജിച്ച് കിട്ടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു പോള സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗീ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇതൊന്ന് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കുമായിട്ട് വെജിറ്റബിൾസ് എത്തുന്ന രീതിയിൽ.
ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം ഈ ഒരു സമയത്ത്. എന്നിട്ട് ഒരു 10-12 മിനിറ്റ് വേണം അടിഭാഗം സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഏതാണ്ട് ഒരു 12 മിനിറ്റൊക്കെ ആയ സമയത്താണ് കേട്ടോ എൻ്റെ പോള സെറ്റായി വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, നല്ലപോലെ പാനിന് ഇതുപോലെ വിടിയിച്ചെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാനിൽ നല്ലപോലെ ഞാൻ എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പോള കണ്ടില്ല, ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക കേട്ടോ. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കൈയൊക്കെ പെട്ടെന്ന് പൊള്ളാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്യട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 8 മിനിറ്റ്, ഏറിപ്പോയാൽ 10 മിനിറ്റ് കേട്ടോ, അതിലപ്പുറം വേണ്ട. അടിഭാഗം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി, നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് 8 മിനിറ്റാണ് ഈ ഒരു ഭാഗം കൂടി സെറ്റാകാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഇളം ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തണുത്താലും ടേസ്റ്റാണ്, പക്ഷേ ഇളം ചൂടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് എക്സ്ട്രാ ആണ്. അപ്പോൾ നിങ്ങൾ കരുതും ചിക്കനും ബീഫൊന്നും ഇല്ലാതെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും, ശരിക്കും വെറുതെ പറയാമല്ലോ കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് ചിക്കനും ബീഫൊന്നും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. വെറുതെ പറയല്ലോ, ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഹെൽത്തി അല്ലേ, തനിയെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ കഴിക്കാത്തവർക്കും കൂടി ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്